നമസ്കാരം. ലോകത്ത് നടക്കുന്ന സകല വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുകയും അതിൽ സ്വന്തമായി നിലപാടുണ്ടെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. എന്നാൽ നമ്മുടെ കൺമുന്നിലോ അല്ലെങ്കിൽ ചുറ്റുപാടും സംഭവിക്കുന്നതിനെക്കുറിച്ച് മിണ്ടാതെ സെലക്റ്റീവായി പ്രതികരിക്കുന്നവരാണ് ഇക്കൂട്ടത്തിലേറെയും തന്നെ. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണമാണ്. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുയരുന്നത് ഹിന്ദുക്കളുടെ കൂട്ട നിലവിളിയാണ്. കഴിഞ്ഞ 35 ദിവസത്തിനിടെ രാജ്യത്ത് വെട്ടിയും കുത്തിയും തല്ലിയും കഴുത്തറത്തും വെടിവെച്ചും കൊല്ലപ്പെട്ടത് 11ഓളം ഹിന്ദുക്കളാണ്. കഴിഞ്ഞ ദിവസവും 2 ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ അല്ലെങ്കിൽ ഒരു ദുഃഖം പോലും ഈ സംഭവത്തിൽ രേഖപ്പെടുത്താതെ വെനസ്വേലയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് മാത്രം ആശങ്കപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു പ്രത്യേകതരം നിലപാട്, അല്ലാതെ ഇതിൽ എന്ത് പറയാൻ? ഗാസയുടെ പേരിൽ നിലവിളിക്കുന്ന ആരും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ പ്രതിഷേധിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ബംഗ്ലാദേശിലെ ഈ അതിക്രമത്തിന് ഇരയാകുന്ന ഭൂരിഭാഗം പേരുടെ പേരിലും ആരോപിക്കപ്പെടുന്നത് മതനിന്ദാ കുറ്റമാണ്. ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും വിമർശനമുണ്ട്. ബംഗ്ലാദേശിൽ സ്ഥാനഭ്രഷ്ടയാക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് ഹസീന പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു: ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ നാടിൻ്റെ ശാപം. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി അവരാണ്. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഹസീനയുടെ ഭരണത്തിൽ സുരക്ഷിതരായിരുന്നു. ഭരണകൂടത്തിൻ്റെ പിന്തുണ ഇല്ലാതിരുന്ന കാലത്തും അവശിഷ്ട ന്യൂനപക്ഷങ്ങളുടെ ചോര ബംഗ്ലാദേശിൽ വീണു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീന വീഴുകയും അവിടെ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ഉണ്ടാവുകയും ചെയ്തതോടെ സമാധാനം പുലരുമെന്നായിരുന്നു പലരും കരുതിയത്. പക്ഷേ യൂനുസ് മതമൗലികവാദികളുടെ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ പാവയാണെന്ന് വൈകിയാണ് ലോകമറിഞ്ഞത്. ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ വീണതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളടങ്ങുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തിയ അക്രമത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കടകളും ക്ഷേത്രങ്ങളും വ്യാപകമായി തകർക്കപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. ഇസ്കോൺ നേതാവ് സ്വാമി ചിന്മയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. അപ്പോഴൊക്കെ ഇന്ത്യ പ്രതിഷേധിച്ചിരുന്നു. യുഎനും യുഎസും ബ്രിട്ടനുമെല്ലാം ബംഗ്ലാദേശിന് മേൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് യൂനുസ് എന്ന നൊബേൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കരുവാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ ഉറഞ്ഞു തുള്ളുകയാണെന്നാണ് അവിടുത്തെ സ്വതന്ത്ര ചിന്തകർ പറയുന്നത്. പോലീസും ഭരണകൂടവും എപ്പോഴും അക്രമികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ ചോര വീണു. ജസോർ ജില്ലയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മാധ്യമപ്രവർത്തകനായ റാണ പ്രതാപ് ബൈറാഗി കൊല്ലപ്പെട്ടതായിരുന്നു അതിലെ ഒരു സംഭവം. ദൈനിക് ബിഡി ഖബർ എന്ന പത്രത്തിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. ബൈക്കിലെത്തിയ 3 അംഗ സംഘത്തിന്റെ വെടിയേറ്റായിരുന്നു മരണം. ഇതിനു പിന്നാലെ നർസിംഗ്ഡി ജില്ലയിൽ മണി ചക്രവർത്തി എന്നൊരു പലചരക്ക് കച്ചവടക്കാരനും ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 35 ദിവസത്തിനിടെ ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തിലെ 11ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഡിസംബർ 18-ന് മൈമൻസിംഗ് ജില്ലയിൽ ഗാർമെന്റ് ഫാക്ടറി തൊഴിലാളിയായ ദീപു ചന്ദ്രദാസ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളുടെ നേർചിത്രമായിരുന്നു. ഖുറാനെ നിന്ദിച്ചുവെന്നായിരുന്നു ദീപുവിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. രക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇയാളെ പിടിച്ച് ആൾക്കൂട്ടത്തിന് കൈമാറി. അവർ ഈ സാധുവിനെ കൊലപ്പെടുത്തി പച്ചയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. ബംഗ്ലാദേശി NGO ഐൻ ഒ സാലിഷ് കേന്ദ്രയുടെ 2025 ഡിസംബറിലെ റിപ്പോർട്ട് അനുസരിച്ച് 2025 മാത്രം 197 പേർ ബംഗ്ലാദേശിൽ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് ഡിസംബർ 19-ന് ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തോട് ന്യൂനപക്ഷങ്ങൾക്കായി ഒരു മന്ത്രാലയം അടിയന്തരമായി രൂപീകരിക്കാനും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. 35 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട 11 ഹിന്ദുക്കളിൽ 1971-ലെ വിമോചന സമര സേനാനിയും ഭാര്യയും ഉൾപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിലെ രംഗപൂർ ജില്ലയിലെ വീട്ടിൽ ഡിസംബർ 7-നാണ് ഇവരെ കഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയത്. ഡിസംബർ 2-ന് രാത്രി നർസിംഗ് ജില്ലയിലെ റായ്പുര ഉപാസിലയിൽ 42-കാരനായ സ്വർണ്ണ വ്യാപാരിയായ പ്രാന്തോഷ് കോർമോഗറിനെ വെടിവെച്ചു കൊന്നിരുന്നു. അന്നേ ദിവസം പുലർച്ചെ ഫരീദ്പൂർ ജില്ലയിൽ 35 വയസ്സുള്ള മത്സ്യ വ്യാപാരിയായ ഉത്പോൾ സർക്കാർ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഡിസംബർ 12-ന് കുമില്ല ജില്ലയിൽ 18 വയസ്സുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ ഷാൻഡോ ചന്ദ്രദാസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഡിസംബർ 24-ന് രാജ്ബാരി ജില്ലയിൽ നിന്നുള്ള 30 വയസ്സുള്ള അമൃത് മണ്ഡലിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. ബംഗ്ലാദേശിലെ അർദ്ധസൈനിക സഹായ സേനയായ അൻസാർ ബഹിനിയിലെ ബജേന്ദ്ര ബിശ്വാസ് ഡിസംബർ 29-ന് മൈമൻസിംഗ് ജില്ലയിലെ ഒരു വസ്ത്ര ഫാക്ടറിയിൽ വെച്ച് സഹപ്രവർത്തകനായ നോമൻ മിയയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഷെരീത്പൂർ ജില്ലയിൽ ഹിന്ദു ബിസിനസ്സുകാരനായ ഖോഗോൺ ചന്ദ്രദാസ് പുതുവർഷ ആഘോഷത്തിനിടെ ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ പൊള്ളലേറ്റു മരിച്ചു. കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം അറിയില്ലെന്നും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇതിൽ പല കേസുകളിലെയും പോലീസ് റിപ്പോർട്ട്. ഈ കൊലകളൊക്കെ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ആസൂത്രണം ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ മറ്റു മതസ്ഥർ എല്ലാം ഇസ്ലാമിൻ്റെ നിന്ദകരാണെന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന ചിന്തയുണ്ടാക്കാൻ ബംഗ്ലാദേശിലെ മതമൗലികവാദികൾക്ക് കഴിയുന്നുണ്ടെന്നാണ് തസ്ലീമ നസ്രിനെ പോലുള്ള എഴുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ യൂനുസ് സർക്കാരും പോലീസുമാവട്ടെ ഇതിൽ ഒളിച്ചുകളികളും തുടരുകയാണ്.